ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, സഭയുടെ പാലകനും തിരുക്കുടുംബത്തിന്റെ മധ്യസ്ഥനുമായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുന്നാൾ മാർച്ച് 19 നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. ഏവർക്കും ഏറെ സ്നേഹത്തോടെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. നാം ഓരോരുത്തരും അടങ്ങുന്ന കത്തോലിക്ക തിരുസഭയുടെ മധ്യസ്ഥനായിട്ട്, പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശോയുടെയും സംരക്ഷകനായിട്ട് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുകയല്ല ചെയ്തത്, മറിച്ച് വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു അത്ഭുതമായി വിശുദ്ധ ഔസേപ്പിതാവിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. 1000 അധ്യാപകരെക്കാൾ വലുതാണ് സ്നേഹമുള്ള ഒരു പിതാവെന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം. വളരെ ഹ്രസ്വമായി മാത്രം പ്രതിപാദിക്കപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ടവ നിർവഹിച്ചതിന് ശേഷം കൽപ്പിക്കപ്പെട്ടവ മാത്രം ചെയ്ത ജീവിതക്രമമാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റേത്. എല്ലാം ഇരുളടഞ്ഞതായി തോന്നിയപ്പോഴും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചത്തേക്ക് നോക്കി നിശബ്ദനായി, കരുതലിന്റെ മൂർത്തിമത് ഭാവമായി, ഗംഭീരമായ ഒരു മാതൃകയായി വിശുദ്ധ ഔസേപ്പിതാവ് നമ്മുടെ മുൻപിൽ അവതരിക്കുന്നു. നീതിമാനായതുകൊണ്ട് മാത്രമല്ല, പരിപൂർണ മനുഷ്യനായതുകൊണ്ടാണ് സർവശക്തനായ ദൈവം വിശുദ്ധ ഔസേപ്പിതാവിനെ ലോകരക്ഷകന്റെ വളർത്തുപിതാവായി തിരഞ്ഞെടുത്തത്. പലപ്പോഴും ജീവിത പ്രതിസന്ധികളിൽ നാം കണ്ടെത്തിയ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയുമ്പോഴും, ഒരിക്കലെങ്കിലും തിരസ്കൃതനായി മാറ്റി നിർത്തപ്പെട്ടപ്പോഴും ദൈവം നമ്മുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കും മനസ്സിലാകും നമ്മുടെ വേദനകളെല്ലാം എത്ര നിസ്സാരമായിരുന്നുവെന്ന്. വിശുദ്ധ ഔസേപ്പിതാവ് നമുക്ക് നൽകുന്ന പാഠവും ഇതുതന്നെയാണ്. പ്രാർത്ഥനയുടെ ഉദാത്തമായ മാതൃകയായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവ്. വിശുദ്ധ ഔസേപ്പ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിക്കൽ പോലും സംസാരിച്ചതായി നമ്മൾ കാണുന്നില്ല. പ്രാർത്ഥനയുടെ ഉന്നത അവസ്ഥയിൽ അദ്ദേഹം നിശബ്ദനായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥകാരന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ നമുക്കും ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കാം. സ്വർഗത്തിലെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നൽമരണത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിനോട് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോ മറിയം ഔസേപ്പേ, ഞങ്ങളുടെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ആമേൻ.